ഇംഗ്ലീഷിൽ അത്യാവശ്യം എഴുതാനറിയാം, വായിക്കാനറിയാം, ഇനി വേണ്ടി വന്ന 4 വരി ഒരാളോട് സംസാരിക്കാനും അറിയാം. ഇംഗ്ലീഷ് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും, ഡോക്യുമെൻ്ററി കണ്ടാൽ മനസ്സിലാവും, ഇംഗ്ലീഷിലുള്ള ന്യൂസ് ചാനൽസ് കണ്ടാൽ മനസ്സിലാവും, ക്രിക്കറ്റ് കമൻട്രി, ഫുട്ബോൾ കമൻട്രി കണ്ടാലെല്ലാം മനസ്സിലാവും. പക്ഷേ ഇംഗ്ലീഷ് സിനിമ സബ് ടൈറ്റിൽ ഇല്ലാണ്ട് കണ്ടാൽ പകുതി കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല അല്ലേ? എനിക്ക് ഈ പ്രശ്നമുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ പ്രശ്നമുണ്ടോ? ഇംഗ്ലീഷ് സിനിമ സബ് ടൈറ്റിൽ ഇല്ലാതെ നമ്മുടെ സ്വന്തം മലയാള സിനിമയും തമിഴ് സിനിമയൊക്കെ നമ്മൾ കാണുന്ന അതേ ഒരു ഫീലോട് കൂടി കാണുന്നതിനുള്ള ഒരു കിടിലൻ മൂവി മാജിക് ട്രിക്ക് പറഞ്ഞു തരട്ടെ. ഈ മൂവി മാജിക് ട്രിക്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന 3 ചോദ്യങ്ങളുണ്ടാവും. എന്താണ് ഈ മൂവി മാജിക് ട്രിക്ക്? ചോദ്യം നമ്പർ 1. രണ്ടാമത്തെ ചോദ്യം, സബ് ടൈറ്റിലോട് കൂടിയിട്ട് ഇംഗ്ലീഷ് സിനിമ കണ്ടാൽ എന്താണ് കുഴപ്പം? ചോദ്യം നമ്പർ 3, ഇനി സബ് ടൈറ്റിൽ ഇല്ലാതെ ഈ ട്രിക്ക് ഉപയോഗിച്ച് നമ്മൾ സബ് ടൈറ്റിൽ ഇല്ലാതെ ഇംഗ്ലീഷ് സിനിമ കണ്ടു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ബെനിഫിറ്റ്? എന്താണ് അതുകൊണ്ട് എനിക്കുള്ള പ്രയോജനം? ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഉത്തരങ്ങൾ ഈ 3 ചോദ്യങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷ് സിനിമ സബ് ടൈറ്റിൽ ഇല്ലാതെ കാണാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് ഷിജു തോമസ്. ആം എ സെൽഫ് ട്രെയിൻഡ് ഇംഗ്ലീഷ് സ്പീക്കർ. ഇവിടെ ഞാൻ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് എന്നുള്ള കുറച്ച് ടിപ്സുകളെല്ലാം വീഡിയോകളായിട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളും ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ചോദ്യം നമ്പർ 1, എന്താണ് ഈ മൂവി മാജിക് ട്രിക്ക് എന്ന് പറയുന്നത്? മൂവി മാജിക് ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എക്സസൈസ് ആണ്. നമ്മളൊരു 2 മുതൽ 3 മാസം വരെ നമ്മൾ ഡെയിലി കുറച്ച് സമയം പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 മാസങ്ങൾക്ക് ശേഷം ഏതൊരു ഇംഗ്ലീഷ് സിനിമയും നമ്മുടെ സ്വന്തം മലയാള സിനിമ കാണുന്ന അതേ ഫീലോട് കൂടിയിട്ട് സബ് ടൈറ്റിലൊന്നും ഇല്ലാതെ അവർ പറയുന്ന കാര്യങ്ങൾ അതേപോലെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ട്രിക്കാണ് മൂവി മാജിക് ട്രിക്ക് എന്ന് പറയുന്നത്. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് ഞാൻ അടുത്ത 2 ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക് ശേഷം പറയുന്നതായിരിക്കും. ചോദ്യം നമ്പർ 2, സബ് ടൈറ്റിലോട് കൂടിയിട്ട് ഇംഗ്ലീഷ് സിനിമ കണ്ടാൽ എന്താണ് കുഴപ്പം? നമ്മൾക്ക് അന്യഭാഷ ചിത്രങ്ങൾ, നമ്മൾക്ക് അറിയാത്ത ഭാഷയിലുള്ള ചിത്രങ്ങൾ നമ്മൾ പൊതുവേ ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട് കൂടിയിട്ടാണ് നമ്മൾ ചിത്രങ്ങളെല്ലാം കാണുന്നത്. പൊതുവെ എല്ലാവരും പറയുന്നൊരു സജഷനാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഇംഗ്ലീഷ് സിനിമകൾ കാണണം. അപ്പോൾ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് സബ് ടൈറ്റിലോട് കൂടിയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് സിനിമ കാണുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിൽ എല്ലാവരും പൊതുവെ ട്രൈ ചെയ്യുന്ന ഒന്നാണ് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ കുറേ ഇംഗ്ലീഷ് സിനിമകൾ സബ് ടൈറ്റിലിട്ട് കാണും. പക്ഷേ സത്യത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സബ് ടൈറ്റിലോട് കൂടി ഇംഗ്ലീഷ് സിനിമകൾ കണ്ടിട്ട് അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ബെനിഫിറ്റിൻ്റെ 95% ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ സബ് ടൈറ്റിലോട് കൂടി ഇംഗ്ലീഷ് സിനിമ കണ്ടതുകൊണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ ലിസണിങ് സ്കില്ലോ നിങ്ങൾ വിചാരിച്ച ഒരളവിൽ ഇമ്പ്രൂവ് ആകുന്നില്ല. കാരണങ്ങൾ പറയാം. ഒന്നാമത്, സബ് ടൈറ്റിലോട് കൂടി കാണുമ്പോൾ നമ്മൾ കേൾക്കുന്നത് കൊണ്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ സബ് ടൈറ്റിൽ നോക്കിയിട്ട് നമ്മൾ സബ് ടൈറ്റിൽ വായിച്ചിട്ടാണ് നമ്മൾ ആ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 2 നഷ്ടങ്ങളുണ്ട്. ഒന്നാമത്തെ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മലയാളത്തിലൊരു സിനിമ എടുക്കുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ നീ പോ മോനെ ദിനേശ എന്ന് പറയുന്നൊരു ഡയലോഗ്. അപ്പോൾ നമ്മൾ അതേ സാധനം നമ്മൾ ഇംഗ്ലീഷിൽ സബ് ടൈറ്റിൽ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിയർ ദിനേശ് പ്ലീസ് ഗെറ്റ് ലോസ്റ്റ്. അപ്പോൾ നമ്മൾക്ക് ആ മോഹൻലാൽ പറഞ്ഞ അതേ ഒരു ഫീല് നമ്മൾക്ക് മിസ്സാവുന്നുണ്ട് അല്ലേ? ഒന്നാമത്തെ ഫീല് മിസ്സാവുന്നു, കുഴപ്പമില്ല, പോട്ടെ, അന്യഭാഷ ചിത്രങ്ങളിൽ ഫീല് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ രണ്ടാമത്തെ പോയിന്റാണ് മെയിൻ പോയിന്റ്. അതായത് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ലേണിംഗ് സ്കില്ല് എല്ലാം ഇമ്പ്രൂവ് ആക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ഈ ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ സബ് ടൈറ്റിലോട് കൂടി കണ്ടു കഴിഞ്ഞാൽ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരുപാട് സിനിമകൾ കണ്ടു എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും കുറേ സിനിമകൾ കണ്ടു, നമ്മൾ സബ് ടൈറ്റിൽ വെച്ച് കണ്ടു, നമ്മൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസോടുകൂടി നമ്മളൊരാളോട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അയാൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു 60% കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം എന്താണെന്നറിയോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഒരു സംഭവം പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ഇടയിൽ സബ് ടൈറ്റിൽ വായിക്കണം. നമ്മൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഒരിക്കലും സബ് ടൈറ്റിൽ ഒരു ഓപ്ഷൻ ജീവിതത്തിലില്ല. അത് സിനിമയിൽ മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമ്മളൊരാളോട് നേരിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് സബ് ടൈറ്റിൽ ഇല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. സബ് ടൈറ്റിൽ ഇല്ലാതെ സിനിമകൾ കണ്ടാൽ മാത്രമാണ് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ സ്കിൽസിലേക്ക് നമുക്കത് ഉപകാരപ്രദമായി മാറുകയുള്ളൂ. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വരുന്ന മറ്റൊരു ചോദ്യം ഉണ്ടാവും, നമ്മൾക്ക് ഇംഗ്ലീഷിലുള്ള ഇൻ്റർവ്യൂസ്, ഡോക്യുമെൻ്ററീസ്, അല്ലെങ്കിൽ കമൻട്രി, അല്ലെങ്കിൽ ഒരു നോർമൽ ന്യൂസ് ചാനൽ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സബ് ടൈറ്റിൽ ഇല്ലാതെ കേട്ടാൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പക്ഷേ എന്തുകൊണ്ട് നമ്മൾക്ക് ഇംഗ്ലീഷ് സിനിമകൾ മാത്രം നമ്മൾക്ക് സബ് ടൈറ്റിൽ ഇല്ലാതെ മനസ്സിലാകുന്നില്ല എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ എല്ലായിടത്തും വരാൻ സാധ്യതയുണ്ട്. ഈ ഇൻ്റർവ്യൂസ്, കമൻട്രീസ്, ഡോക്യുമെൻ്ററീസിലെല്ലാം ഉപയോഗിക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. അതായത് ഏറ്റവും എളുപ്പത്തിലുള്ള, ആർക്കും കേട്ടാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു കോൺവെർസേഷനാണ്
അവർ ഈ ഒരു ഡോക്യുമെൻ്ററി വീഡിയോ അല്ലെങ്കിൽ ന്യൂസ് ചാനലെല്ലാം യൂസ് ചെയ്യുന്നത്. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ മൂവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൂവീസിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്യുവർ ലോക്കൽ ലാംഗ്വേജ് ആണ്. അതായത് ഒരാൾ മറ്റൊരു വ്യക്തിയോട് എങ്ങനെ സംസാരിക്കും ജീവിതത്തിൽ, ആ ആൾ സംസാരിക്കുന്ന അതേ ഭാഷ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ നേരിട്ടൊരാളെ കണ്ടു സംസാരിക്കുന്ന ഭാഷ ഏതാണോ അതേ ഭാഷ തന്നെയാണ് സിനിമയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവരൊരു കൾച്ചർ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇംഗ്ലീഷ് സിനിമകൾ പറയുന്ന ഇംഗ്ലീഷ് പെട്ടെന്ന് മനസ്സിലാവാത്തത്. മൂന്നാമത്തെ ചോദ്യം, ഈ ഒരു മൂവി മാജിക് ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എനിക്കുള്ള ബെനിഫിറ്റ്? നിങ്ങൾക്കുള്ള രണ്ട് ബെനിഫിറ്റാണുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് മലയാള സിനിമ അല്ലെങ്കിൽ തമിഴ് സിനിമയൊക്കെ നമ്മൾ കാണുന്ന അതേ ഒരു ഫ്രീ ആയിട്ട്, അതേ ഫ്രീ മൈൻഡോട് കൂടിയിട്ട്, അല്ലെങ്കിൽ അതേ ഒരു സ്പിരിറ്റോട് കൂടിയിട്ട് നമ്മൾക്ക് ഇനി മുതൽ ഏതൊരു ഇംഗ്ലീഷ് സിനിമയും കാണാനായിട്ട് സാധിക്കും. ഇത് ഓപ്ഷൻ നമ്പർ 1. ഓപ്ഷൻ നമ്പർ 2 ഉണ്ട്. അതായത് ഇംഗ്ലീഷ് പഠിക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നൊരു ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2-3 മാസങ്ങൾക്ക് ശേഷം ലോകത്തിൽ ആര് ഏത് ഇംഗ്ലീഷ് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മലയാളം കേട്ടാൽ മനസ്സിലാകുന്ന അതേ എളുപ്പത്തോടു കൂടി നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകും. ഈ ഒരു സ്കില്ല് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ലല്ല. ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നത് ഏതൊരു ഇംഗ്ലീഷ് കേട്ടാലും നിങ്ങൾക്ക് ഉടനെ തന്നെ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിസണിങ് സ്കിൽസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണിത്. അപ്പോൾ ബെനിഫിറ്റ് മനസ്സിലായല്ലോ. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇനി ഈ മൂവി മാജിക് ട്രിക്ക് എന്ന് പറയുന്ന സംഭവം നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പൊതുവേ കാണുന്നത് ആക്ഷൻ സിനിമകളായിരിക്കും. അങ്ങനെ ആക്ഷൻ സിനിമകൾക്ക് നമ്മൾക്ക് ലാംഗ്വേജ് അല്ലെങ്കിൽ ഡയലോഗുകൾ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. പക്ഷെ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ആക്ഷൻ സിനിമ നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷേ ആക്ഷൻ സിനിമയല്ല നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കുറച്ച് ഡയലോഗ് കൂടുതലുള്ള ഒരു ഡ്രാമ ടൈപ്പ് അല്ലെങ്കിൽ ലവ് സ്റ്റോറി ടൈപ്പ്, യുവർ ചോയ്സ്. പക്ഷേ കുറച്ച് ഡയലോഗുകൾ കൂടുതലുള്ള സിനിമകളായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതിലൊരു സിനിമ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിനകത്തൊരു പാർട്ട് വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സീൻ വെച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു സീൻ ഹെഡ്ഫോൺ വെച്ചിട്ട് ഒരു 1-2-3 പ്രാവശ്യമല്ല 10 പ്രാവശ്യം അതേ സെയിം സീൻ, അതായത് 2 മിനിറ്റിന് 3 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഒരു സീൻ 10 പ്രാവശ്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുക, കാണുകയും കേൾക്കുകയും ചെയ്യുക. പക്ഷേ എന്തായാലും ഹെഡ്ഫോൺ വെച്ചിട്ട് നിങ്ങളൊരു 10 പ്രാവശ്യം കേൾക്കുക. 10 പ്രാവശ്യം കേട്ടതിന് ശേഷം നിങ്ങൾ 11ാമത്തെ പ്രാവശ്യം അത് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് അതിനകത്ത് എഴുതുക. നിങ്ങൾ എന്താണ് കേൾക്കുന്നത് അത് നിങ്ങൾ എഴുതി വെക്കുക. 2 മിനിറ്റിനുള്ളൂ, നമുക്കൊരു 3-4 സെൻറ്റൻസ് എഴുതാനുണ്ടാവുള്ളൂ. അത് എഴുതി വെച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്തൊരു സ്റ്റേജിലേക്ക് കിടക്കുന്നത്. ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്തു? പ്രാക്ടീസ് ചെയ്തു. ഫസ്റ്റ് സ്റ്റേജ് ഒരു 10 പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റേജാണ് അനലറ്റിക്കൽ സ്റ്റേജ് എന്ന് പറയും, അല്ലെങ്കിൽ അനലൈസിങ് സ്റ്റേജ് എന്ന് പറയാം നമ്മൾക്ക്. അതായത് നമ്മൾ 11ാമത്തെ പ്രാവശ്യം അത് കേട്ടിട്ട് നമ്മളൊരു ബുക്കിൽ എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾക്ക് സബ് ടൈറ്റിൽ എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് നിങ്ങൾ എഴുതിയതും അതിൽ സബ് ടൈറ്റിൽ കാണിക്കുന്ന സെൻറ്റൻസും ഒന്നാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഒരു 60% കാര്യം മാത്രമേ കറക്റ്റ് ആവാൻ സാധ്യതയുള്ളൂ. ഒരു 30-40% നമ്മൾ എഴുതിയതിലുള്ള പല വാക്കുകളും തെറ്റായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ സബ് ടൈറ്റിൽ നോക്കിയിട്ട് നമ്മൾ എഴുതിയതും സബ് ടൈറ്റിൽ മാച്ച് ആവാത്ത വാക്കുകൾ ഏതാണോ വരുന്നത് അത് നമ്മൾ അണ്ടർലൈൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റേജാണ് കറക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ വീണ്ടും ആ ഒരു 2 മിനിറ്റിൻ്റെ ദൈർഘ്യമുള്ള ആ സീൻ പ്ലേ ചെയ്യുക. നമ്മൾ ഏതാണോ കേട്ടത് വേറെ പക്ഷേ എഴുതിയത് വേറെയാണെന്നുള്ള ആ വാക്കുകൾ എത്തുമ്പോൾ അവരെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് ആ ഭാഗം മാത്രം നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ആ ഒരു വാക്ക് മാത്രം, ചിലപ്പോൾ ഒരു ചെറിയ വാചകം മാത്രമായിരിക്കും അല്ലെങ്കിൽ ഒരു വാക്ക് മാത്രമായിരിക്കും. അപ്പോൾ അത് മാത്രം റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് തന്നെയാണോ അവർ പറയുന്നത് എന്നുള്ള ഒരു വ്യത്യാസം നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ എപ്പോഴെങ്കിലും ആ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിച്ചത് ഇതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഡയലോഗിൻ്റെ അർത്ഥം മനസ്സിലാവാനും സാധിക്കും. അപ്പോൾ ഇത് കറക്ഷൻ സ്റ്റേജ് കഴിഞ്ഞു. ഇനി ഒരു വട്ടം കൂടി കേൾക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അവർ സബ് ടൈറ്റിലിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. ഒന്നും കൂടി റിപ്പീറ്റ് ആക്കാം. ഫസ്റ്റ് നമ്മൾ പ്രാക്ടീസ് സ്റ്റേജ് ആണുള്ളത്. നമ്മളൊരു 10 പ്രാവശ്യം 2 മിനിറ്റോ 3 മിനിറ്റോ ദൈർഘ്യമുള്ള ഒരു മൂവി സീൻ 10 പ്രാവശ്യം കേൾക്കുക. അതിനുശേഷം എന്താണ് അടുത്തത്? അനലൈസിങ് സ്റ്റേജ് ആണ് വരുന്നത്. 10 പ്രാവശ്യം കേട്ടതിന് ശേഷം 11ാമത്തെ പ്രാവശ്യം പ്ലേ ആക്കുമ്പോൾ നമ്മൾ ആ കേട്ട കാര്യങ്ങൾ മുഴുവൻ ഒരു പേജിൽ 3-4 സെൻറ്റൻസ് ആയിട്ട് എഴുതി വെക്കുക. അടുത്തത് അതിനുശേഷം നമ്മൾ സബ് ടൈറ്റിൽ ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മൾ കേട്ടതും നമ്മൾ എഴുതിയതും അതിൽ എഴുതി കാണിക്കുന്നതും ഒരേപോലെയാണോ ചെക്ക് ചെയ്യുക. വ്യത്യാസമുണ്ടെങ്കിൽ ഏത് വാക്കുകളാണോ വ്യത്യാസമുള്ളത് ആ വാക്കുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അങ്ങനെ കേൾക്കുമ്പോൾ എന്താണ് അവർ ഉദ്ദേശിച്ച കറക്റ്റ് വാക്ക് എന്നുള്ളത് വീണ്ടും കേട്ട് നമ്മൾ മനസ്സിലാക്കി അത് വീണ്ടും കറക്റ്റ് ചെയ്യുക.
ഇത്രയും നമ്മൾ ഒരു ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 2 to 3 months ഈ ഒരു സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഇംഗ്ലീഷിലുള്ള ഏത് സിനിമ കണ്ടാലും 85 മുതൽ 90% വരെ ഡയലോഗുകൾ നിങ്ങൾക്ക് യാതൊരു സബ് ടൈറ്റിലിൻ്റെ സഹായം ഇല്ലാതെ നമ്മുടെ സ്വന്തം മലയാള സിനിമയോ ഇംഗ്ലീഷോ തമിഴ് സിനിമയോ കാണുന്ന അതേ ഒരു ഫീലോട് കൂടി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ലിസണിങ് സ്കിൽസ് ഒരു 80 to 90% ഇമ്പ്രൂവ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ ലോകത്തുള്ള ഏതൊരാൾ പറയുന്ന ഇംഗ്ലീഷും കേട്ടാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു 2 മുതൽ 3 മാസം വരെ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുക. 100% നിങ്ങളുടെ ലിസണിങ് സ്കിൽസ് ഇമ്പ്രൂവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പും ഈ ഒരു ട്രിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത ഒരു ഐഡിയ ആയിട്ട് അല്ലെങ്കിൽ അടുത്ത ഒരു കിളിൻ ട്രിക്കുമായിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് ഷിജു തോമസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.